ഹായ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 കേട്ടോ പേജ് നമ്പർ 166 ക്വസ്റ്റ്യൻ നമ്പർ 7 അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സിൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ ഞാനിതിൽ എഴുതിയിട്ടില്ല, ഷോർട്ട് ഫോംസ് ഒക്കെയാണ് കൂടുതൽ വന്നേക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം നോക്കുക. HP ലിമിറ്റഡ് ഇഷ്യൂ പറഞ്ഞേക്കുന്നത് 20,000 ഷെയർസാണ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ. അത് അണ്ടർറൈറ്റ് ചെയ്തേക്കുന്നത് ഓരോ ആൾക്കാരും എക്സ് 10,000, വൈ 6,000, ഇസഡ് 4,000. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരുന്നത് പെർസെൻറ്റേജ് ഫോം ആയിരുന്നു. ടോട്ടൽ ഇഷ്യൂയുടെ 50% ഒരാളെടുത്തു, അല്ലെങ്കിൽ 20% ഒരാളെടുത്തു, അങ്ങനെ പെർസെൻറ്റേജ് ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് അവർ പറയണില്ല, പകരം നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ടോട്ടൽ ലയബിലിറ്റി, അതായത് 20,000 എക്സ് എടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 10,000 ഷെയർസാണ് എക്സ് എടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. വൈ 6,000 ഷെയർസും ഇസഡ് 4,000 ഷെയർസും. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് താഴെ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ എത്ര എണ്ണത്തിന് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ? 18,000 ഷെയർസിന് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? ആപ്ലിക്കേഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ 20,000 ഷെയർസ് കംപ്ലീറ്റ് ആയിട്ടും കമ്പനി ഇഷ്യൂ ചെയ്തെങ്കിലും ആപ്ലിക്കേഷൻ എത്ര എണ്ണത്തിനേ വന്നിട്ടുള്ളൂ? 18,000 വന്നിട്ടുള്ളൂ. ഇനി ഈ വന്ന ആപ്ലിക്കേഷനിൽ XYZ എന്ന് പറയുന്ന ഓരോ അണ്ടർ റൈറ്റേഴ്സിൻ്റെയും മാർക്കിംഗ് ഉള്ളത് ഓരോ ആൾക്കാരുടെയും എത്ര വെച്ചെന്ന് പറയുന്നുണ്ട്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരുടെ ഈ ഓരോ അണ്ടർ റൈറ്റേഴ്സിൻ്റെ സീലോ അല്ലെങ്കിൽ അവരുടെ പേരോ ഒക്കെയുള്ള ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് 18,000 ഷെയർ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിൽ 4,000 ഷെയർസിൽ ആരുടെ മാർക്കിംഗ് ഉണ്ട്? എക്സിൻ്റെ ഉണ്ട്. 2,000 ആരുടെ മാർക്കിംഗ് ഉണ്ട്? വൈയുടെ ഉണ്ട്. 10,000 ആരുടെ മാർക്കിംഗും ഉണ്ട്? ഇസഡിൻ്റെ ഉണ്ട്. നമ്മളോട് ഓരോ അണ്ടർ റൈറ്ററിൻ്റെയും ലയബിലിറ്റി എത്രയാണെന്ന് കാണാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തം ഇഷ്യൂ എത്രയാണെന്ന് നോക്കുക. ഓരോ അണ്ടർ റൈറ്ററും എത്ര വെച്ച് എടുക്കാമെന്നാണ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി. ഈ പറഞ്ഞേക്കുന്ന 10,000, 6,000, 4,000 എന്ന് പറയുന്നതാണ് അവരുടെ എന്തായിട്ട് വരിക? ഗ്രോസ് ലയബിലിറ്റി ആയിട്ട് വരിക. ഇനി പിന്നെ എന്ത് നോക്കണം നമ്മൾ? ആപ്ലിക്കേഷൻ എത്ര എണ്ണത്തിനാണ് കിട്ടിയേക്കുന്നത്? ഇവിടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ എത്ര എണ്ണത്തിനാണ് കിട്ടിയേക്കുന്നത്? 18,000 ഷെയർസിനാണ് ആപ്ലിക്കേഷൻ വന്നേക്കുന്നത്. ഇനി അതിൽ എത്ര എണ്ണത്തിന് മാർക്കിംഗ് ഉണ്ടെന്ന് നോക്കുക. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എത്ര എണ്ണമാണ് വന്നേക്കുന്നത്? 4,000, 2,000, പിന്നെ എത്ര? 10,000. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രോസ് ലയബിലിറ്റി എത്രയാണെന്ന് നോക്കാം ഇവിടുത്തെ. ഓക്കെ, ഗ്രോസ് ലയബിലിറ്റി നമുക്കറിയാം. എക്സ് എത്ര ഷെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്? 10,000 ഷെയർസ്. വൈ 6,000 ഷെയർസ്. ഇസഡ് 4,000 ഷെയർസ്. നമ്മൾ ഗ്രോസ് ലയബിലിറ്റി കാണാൻ 10,000 6,000 4,000 ചെറുതാക്കി കഴിയുമ്പോൾ എല്ലാം 2ൽ പോവുമല്ലോ. 5:3:2. ഓക്കെ, ഇതാണ് നമുക്ക് ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ കിട്ടുക. ഇനി നോക്കേണ്ടത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എത്ര എന്നുള്ളതാണ്. നമുക്കറിയാം ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എത്രയുള്ളത്? 18,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാർക്കിംഗ് ഉള്ളത്, ഓക്കെ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് എത്ര എണ്ണമായിരുന്നു? 4,000, വൈ 2,000, ഇസഡിന് എത്ര എണ്ണമായിരുന്നു മാർക്കിംഗ്? ഇസഡിന് 10,000. അങ്ങനെ മൊത്തം എത്ര എണ്ണമുണ്ട് മാർക്കിംഗ് ഉള്ളത്? 16,000 ഉണ്ട്. അതായത് മൊത്തം 18,000 കിട്ടിയതിൽ 16,000 ആപ്ലിക്കേഷൻസ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അൺമാർക്ക്ഡ് എത്രയായിരിക്കും? ബാക്കിയുള്ള 2,000 അൺമാർക്ക്ഡ്
ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഹെഡിങ് എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇനി പെർട്ടിക്കുലേഴ്സ് എക്സ് വൈ ഇസഡ് ടോട്ടൽ. ആദ്യം എഴുതേണ്ടത് എപ്പോഴും ഗ്രോസ് ലയബിലിറ്റി ആണ്, അത് എഴുതാം. ഗ്രോസ് ലയബിലിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 10,000, 6,000, 4,000, അങ്ങനെ മൊത്തം അവർ ഇഷ്യൂ ചെയ്തത് 20,000. ഇതിൽ നിന്ന് എന്ത് ഓർക്കുക? മാർക്ക്ഡോ അൺമാർക്ക്ഡോ അത് ഓർഡർ വലിയ കുഴപ്പമില്ല. ഓക്കെ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ലെസ് ചെയ്യുക. പറഞ്ഞിരുന്നത് 4,000, 2,000, ഇവിടെ 10,000. അങ്ങനെ മൊത്തം മാർക്കിംഗ് വന്നത് എത്ര എണ്ണത്തിനായിരുന്നു? 16,000-നായിരുന്നു മാർക്കിംഗ് വന്നത്. കുറക്കുമ്പോൾ ബാക്കി ഇനി ഇവർക്ക് എത്രയും കൂടി എടുക്കണം? 6,000 കൂടി വരണം. ഇവിടെ എത്ര വരണം? 4,000 വരണം. ഇവിടെ നെഗറ്റീവ് അല്ലേ വന്നത്? നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്തെന്നാണ്? എക്സസ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര കൂടുതൽ കിട്ടി ഇവർക്ക്? 6,000 കൂടുതൽ കിട്ടി. ഇതും ടോട്ടൽ ചെയ്ത് അങ്ങോട്ട് എഴുതിയേക്കാം. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വന്നു? 4,000. ഇനി ഈ ക്രെഡിറ്റ് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഒരാൾക്ക് കൂടുതൽ വന്നിട്ടില്ലേ? അത് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? ബാക്കിയുള്ളവർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെസ് ക്രെഡിറ്റ് ഫോർ ഇസഡ്സ്, ക്രെഡിറ്റ് ഫോർ ഇസഡ്സ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇസഡിന് കൂടുതൽ കിട്ടിയത് ആർക്ക് കൊടുക്കുക? എക്സിനും വൈക്കും കൊടുക്കുക. ഏത് റേഷ്യോയിൽ കൊടുക്കണം? അവരുടെ ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ. മൊത്തം ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ എത്രയായിരുന്നു? നമുക്കറിയാമായിരുന്നു. എത്രയായിരുന്നു ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ? 5:3:2 ആണ്. ഇതിൽ എക്സിൻ്റെയും വൈയുടെയും മാത്രം കൊടുക്കുക. അതായത് എത്ര? 5:3 കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇനി 6,000 ഇല്ല, ഇത് +6,000 എന്ന് എഴുതാം. അതിനെ 5:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,750 എന്നും 2,250 എന്നും കിട്ടും. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കി ഇനി 2,250, ഇവിടെ ബാക്കി 1,750. ഇവിടെ ബാലൻസ് ഒന്നുമില്ല, കാരണം ഇതിനില്ലായി. ഇവിടെ എത്ര തന്നെ നിൽക്കും? ഇത് 4,000. ഇനി അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് കുറക്കുക. ലെസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ. എത്രയെന്നാണ്? 2,000 ഷെയർസാണ്. അതും ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ ഇനി അത് ഇസഡിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഓൾറെഡി ഇസഡിൻ്റെ കപ്പാസിറ്റി ഇസഡ് എടുത്തു കഴിഞ്ഞു. എക്സസ് വന്നത് നമ്മൾ ആർക്കും കൊടുത്തു? എക്സിനും വൈക്കും കൊടുത്തു. അപ്പോൾ ആർക്ക് മാത്രം ഇനി അൺമാർക്ക്ഡ് ഡിവൈഡ് ചെയ്താൽ മതി? എക്സിനും വൈക്കും. എത്ര വെച്ച് വരും? 2,000-നെ 5:3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1,250 വരും, 750 വരും. അങ്ങനെ മൊത്തം എത്ര? 2,000. ബാലൻസ് എക്സിന് ഇനിയും എത്ര എടുക്കാം? 1,000 വരെ എടുക്കാം എക്സിന്. ഓക്കെ, വൈക്ക് എത്ര എടുക്കാം? 1,000 തന്നെ. ഇസഡ് എടുക്കാൻ പറ്റുന്നത് മുഴുവൻ എടുത്തു, അപ്പോൾ അവിടെ ഒന്നുമില്ല. ആക്കി ഇവിടെ 2,000. ഓക്കെ.